ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ആട്ടോ, അതും ഹോം മെയ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയാണ് വേണ്ടത്. പച്ചരി തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരാഴ്ചത്തേക്കാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനി 4 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാൻ വെച്ചേക്കണം. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ഇരുന്ന വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആലോവേറ ജെല്ലാട്ടോ. അത് ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഹിമാലയയുടെ കേട്ടോ. റൈസിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇതാ സ്റ്റാർച്ച് കേട്ടോ. അതിലേക്ക് നമുക്ക് ആലോവേറ ആഡ് ചെയ്യണം. ഇവിടെ 1 സ്പൂൺ തികച്ച് ഞാൻ എടുത്തിട്ടില്ല. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. 7 ദിവസം കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടോ ക്രീം ഇരിക്കുന്നത്. അടുത്തത് അതിലേക്ക് നമുക്ക് വിറ്റാമിൻ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ക്രീമിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്താൽ മതി. അന്ന് വെച്ച് ഒത്തിരി ഒന്നും ചേർക്കരുത്, 1 or 2 വീതം. വിറ്റാമിൻ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ, പിമ്പിൾസ്, അതുപോലെ തന്നെ ഫൈൻ ലൈൻ, റിങ്കിൾസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആക്കി വെക്കാൻ ഇത് സഹായിക്കും. ക്യാപ്സ്യൂൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീം ഞാൻ എൻ്റെ കയ്യിലിട്ട് കാണിക്കാം. ഇത് ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ട. ഈ ക്രീം നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. റൈസിൽ ആൻറ്റി ഏജനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ്ങും ഹെൽത്തിയാക്കി വെക്കും. 7 days കൊണ്ട് നല്ല ബ്രൈറ്റ് സ്കിൻ വേണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.